പുത്തുമലയിൽ ഉരുള് പൊട്ടിയിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ 5 വർഷം തികയാണ്. ആഗസ്റ്റ് 8-നായിരുന്നു അവിടെ ഉരുള് പൊട്ടിയത്. പകലായിരുന്നു പൊട്ടിയത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഒരുപാട് ആൾക്കാർ അറിഞ്ഞതുമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ 2 ആഴ്ച മുമ്പ് തന്നെ നമ്മുടെ മുണ്ടക്കയിലും ഉരുള് പൊട്ടിയിരിക്കുകയാണ് 5 വർഷങ്ങൾക്ക് ഇപ്പുറം. അപ്പോ ഈ പുത്തുമലയും മുണ്ടക്കായും തമ്മിലുള്ള ഒരു മെയിൻ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുണ്ടക്കായിൽ ഉരുള് പൊട്ടിയത് ഒരു വലിയ ഏരിയ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പുത്തുമല അത് വെച്ച് നോക്കുമ്പോൾ അതിൽ 1% മാത്രം അല്ലെങ്കിൽ 2% മാത്രമേ ഉരുള് പൊട്ടി പോയിട്ടുള്ളൂ. പക്ഷേ ഈ നമ്മുടെ പുത്തുമലയില് ഉരുള് പൊട്ടിയ ആ ഒരു ഏരിയ, അതായത് പൊട്ടിപ്പോയ ഒരു ഏരിയ എന്ന് പറയുന്നത് മുണ്ടക്കൈ പോലെ തന്നെ ആൾക്കാർ ഒരുപാട് താമസിക്കുന്ന ഏരിയ തന്നെയാണ് പൊട്ടിപ്പോയത്. പക്ഷെ എന്തുകൊണ്ട് പുത്തുമലയിൽ വെച്ചിട്ട് നോക്കുമ്പോൾ മുണ്ടക്കൈയിൽ ഒരുപാട് പേരെ കാണാനില്ല, ഒരുപാട് പേര് മരണസംഖ്യ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് ഒറ്റ ആൻസറേ പറയാനുള്ളൂ. പുത്തുമലയിൽ ഉരുള് പൊട്ടുന്നതിന് മുൻപ് ഞാൻ അവിടെ ഉണ്ടായ വ്യക്തിയാണ്. എന്റെ വീട് പുത്തുമലയല്ല, മുണ്ടക്കൈയാണ്. പക്ഷെ ആൾക്കാർ വന്ന് രക്ഷപ്പെടുത്തിയുള്ള ആളാണ് ഞാനൊക്കെ. അപ്പൊ ഈ പുത്തുമലയിൽ ഉരുള് പൊട്ടിയ സമയത്ത് മഴ അവിടെ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാറ്റി പാർപ്പിക്കാതെ അവിടുത്തെ സ്കൂളിലേക്ക് ഉരുള് പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുണ്ടക്കയിൽ അങ്ങനെ ഒരു സജ്ജീകരണം ഇക്കൊല്ലം ഉണ്ടായിട്ടില്ല. അതാണ് ഇത്രയേറെ മരണസംഖ്യ ഉണ്ടാവാൻ കാരണം. അതായത് എന്താ പറയാ, എന്നിട്ടും അവിടെ മരിച്ചവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വന്നവർ, അതായത് ക്യാമ്പിൽ നിന്ന് ഇപ്പൊ വീട്ടിൽ പൈസ വെച്ചവരുണ്ടാവാം, സ്വർണം വെച്ചവര്, അതുപോലെ ആധാർ കാർഡ്, അങ്ങനത്തെ രേഖകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വീടുകളിൽ വന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ഉരുള് പൊട്ടുന്നത്. അതും പകലാണ് അവിടെ ഉരുള് പൊട്ടിയിട്ടുള്ളത്. അന്ന് പൊട്ടുന്ന ദിവസം എന്താ സംഭവിച്ചു വെച്ചാൽ ഞങ്ങളോട് അടക്കം മാറാൻ പറഞ്ഞു. ഞങ്ങള് അത് കഴിഞ്ഞ് 3-4 സ്റ്റോപ്പ് അപ്പുറത്താണ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. പക്ഷേങ്കിൽ ഞങ്ങളോട് വരാം വീട് മാറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വീട് മാറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ദിവസമാണ് അവിടെ ഉരുള് പൊട്ടുന്നത്. നിൽക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ വീട് മാറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ രാവിലെ നമുക്ക് ബസ് കയറി അല്ലാണ്ട് വീട് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോഴൊന്നും ബസ്സിൽ പോകാൻ നേരത്ത് അവിടെ പോണ വഴിയിലാണ് കള്ളാടി പറഞ്ഞ ഏരിയ. കള്ളാടിയിൽ മണ്ണിടിഞ്ഞു വീണപ്പോൾ ബസ് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിൽ നിൽക്കാൻ ഞങ്ങൾക്കൊക്കെ രാത്രിയൊക്കെ ഉറക്കില്ല, കാരണം അത്രയും മഴയാണ്. കല്ല് വീണ പോലെ ഇരുന്നു അന്നൊക്കെ മഴ വീഴുന്നുണ്ടായത് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വീട്ടിൽ തന്നെ നിന്നു. നോക്കാം നാളേറ്റ് മഴ കുറയോ എന്തെങ്കിലുമൊക്കെ ബസ് ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, അമ്മയുടെ വീട്ടിലേക്ക് പോയി സേഫ് ആയിട്ട് ഇരിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നത്. പക്ഷെ അത് നമ്മൾ പോവാൻ വേണ്ടി വിചാരിച്ചതിന്റെ പിറ്റേ ദിവസം, ഇന്നാണ് പോവാൻ വിചാരിച്ചെങ്കിൽ നാളെ ഉച്ചയ്ക്കാണ് അവിടെ ഉരുള് പൊട്ടുന്നത്. പകലാണ് അവിടെ ഉരുള് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് അവിടെ ഉരുള് പൊട്ടിയ സമയത്ത് ആയപ്പോഴത്തേക്കും നമ്മുടെ ഫോണിലെ ചാർജ് ഇല്ല, കാരണം തലേന്ന് തൊട്ട് നമ്മൾ വീട്ടിലുണ്ട്, കറണ്ട് ഇല്ല, ചാർജ് ഇല്ല, ആരും അറിയുന്നില്ല. അവിടെ വഴി കൂടെ വണ്ടി ഓട്ടിച്ച് പോയവര്, സേഫായ സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, അവിടെ നിന്ന് ഒരുവിധം എല്ലാവരും മാറ്റി ഇങ്ങനെയൊക്കെ പോയവരൊക്കെയാണ് അവിടെ പോയിട്ടുള്ളത്. എന്നിട്ട് തന്നെയാണ് അവിടെ 20 പേരോളം മരിച്ചിട്ടുള്ളത്. പക്ഷെ മുണ്ടക്കൈയുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഒരു അധികൃതരും വന്നിട്ട് അവിടെ നിന്ന് മാറണം പറഞ്ഞിട്ടില്ല. മാറിയവർ, ഇപ്പൊ എന്റെ അമ്മയും അച്ഛനും അടക്കം മാറിയവരൊക്കെ സ്വമേധയാ സ്വന്തം ഇഷ്ടത്തിന് മാറിയവരാണ്. അല്ലാതെ ആരും വന്നിട്ട് ഇവിടെ ഇത്രയും മഴയുണ്ട്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഈ മുണ്ടക്കയിൽ ഉരുള് പൊട്ടുന്നതിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞിട്ട് എല്ലാ ന്യൂസുകാരും റിപ്പോർട്ട് ഇടുന്നുണ്ട്. എല്ലാ ന്യൂസിലും 24, പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസുകാര്, പിന്നെ 24 ഏഷ്യാനെറ്റ് ന്യൂസ്, പിന്നെ റിപ്പോർട്ടർ ചാനൽ, എല്ലാ ചാനലുകളും തലേന്ന് മുണ്ടക്കയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങൾ പിന്നെയും ഞങ്ങൾ എത്തിയിരുന്നു. അവർ സംസാരിച്ച ആൾക്കാരും അവർ കണ്ട ആൾക്കാരും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത്രയും അധികം മഴ അവിടെ ലഭിച്ചത് കൊണ്ടാണ് ന്യൂസിലുള്ളവർ വരെ അവിടെ എത്തിപ്പെട്ടത്. അത്രയും കുഗ്രാമമാണ്, അത്രയും മഴയുള്ള, അത്രയും ഡേഞ്ചറായ സ്ഥലത്തേക്ക് ഇവർ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെ അത്രയും മഴയുണ്ട്. അപ്പൊ മാറണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിട്ടില്ല. അധികാരികൾ വന്ന് മാറണ്ടേ, നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ എന്ന് പറയല്ല ചെയ്യേണ്ടത്. നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ ക്യാമ്പുകളൊക്കെ തുറന്നു തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ക്യാമ്പെങ്കിലും തുറന്നിട്ട് ഇവരെയൊക്കെ അവിടേക്ക് മാറ്റി, ഒന്നും വേണ്ട, ആ മദ്രസിനൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ മദ്രസയിലേക്കെങ്കിലും പകുതി ആൾക്കാരെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പകുതി പേരെ ജീവനെങ്കിലും കിട്ടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം തന്നെയാണ് അവിടെ നശിച്ചു പോയിട്ടുള്ളത്. സ്ഥലം നശിക്കുന്നത് പോലെ തന്നെ ഒരു ഗ്രാമത്തിലുള്ള അത്രയും ആൾക്കാർ, നിങ്ങൾക്ക് അറിയാം 415 എങ്ങാനുമായി മരണസംഖ്യ, ഇനിയും കിട്ടാത്തവരുണ്ട് 150ഓളം ആൾക്കാർ. ഒരു ഗ്രാമം തന്നെയാണ് അവിടെ നശിച്ചു. കൃത്യമായ മുന്നറിയിപ്പ്, കൃത്യമായ ഗൈഡൻസ് ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ നാശനഷ്ടമോ, അല്ലെങ്കിൽ നാശനഷ്ടം എന്തായാലും സംഭവിക്കും. ഇപ്പൊ അവര് മാറ്റിയിട്ടുണ്ടെങ്കിലും സാധനങ്ങളും സ്ഥലങ്ങളും എന്തായാലും നശിക്കും. പക്ഷെ ഇത്രയും പേരെങ്കിലും നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇനിയെങ്കിലും ഇത്രയും അധികം മഴ വരുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്ര സെന്റിമീറ്ററിന് കൂടുതൽ എവിടെ മഴ ലഭിച്ചു എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ലഭിച്ച സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇനി മഴ വരുമ്പോഴെങ്കിലും ആ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഞങ്ങൾക്കോ നഷ്ടപ്പെട്ടു, ഇനിയുള്ളവർക്കെങ്കിലും ഇങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്.